ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. സ്വർഗത്തിലെ കട്ടുറുമ്പാവാതെ നമുക്കങ്ങോട്ട് മാറിക്കൊടുക്കാൻ മന്ത്രി. മീനാക്ഷി, വിനുവേട്ടന്റെ ഭാഷകളൊക്കെ മനസ്സിലാക്കി വരാൻ കുറച്ച് സമയമെടുക്കും. അകത്തേക്ക് തള്ളിക്കേറി. അപ്പോ മോഷ്ടിക്കാൻ വന്ന കള്ളനാന്ന് കരുതി ഞങ്ങള് തമ്മി ഒന്നും തള്ളുവായി. ചൂലുകൊണ്ട് മുഖത്തൊരെണ്ണം പൊട്ടിക്കാന്ന് വിചാരിച്ചു. ഭാഗ്യത്തിന് തല്ലിയില്ല. അതേതായാലും നന്നായി. അല്ലെങ്കിലേ ഭർത്താവിനെ ചൂരിലെ തല്ലിയെന്ന പേരുദോഷം വന്നേനെ. അങ്ങനെ ജീവിതത്തിൽ ആദ്യമായി കണ്ടപ്പോ ഉന്തും തള്ളും ആയവര് തമ്മിലാ കല്യാണം കഴിച്ചിരിക്കുന്നെ. ഇനിയുള്ള ജീവിതത്തിൽ ഉന്തും തള്ളും പാടില്ലെന്ന മുന്നറിയിപ്പാ കൊടുത്തിരിക്കുന്നത്. ഇതുവരെ അച്ഛമ്മയുടെ മുറിയിൽ വിനുവേട്ടൻ കഴിഞ്ഞിരുന്നത്. ഇനി അത് പറ്റില്ല. കല്യാണച്ചെക്കനും പെണ്ണിനും പുതിയൊരു മുറി വേണമല്ലോ. അതിനെന്താ, മനോജിന്റെ മുറി ഒഴിഞ്ഞു കിടക്കല്ലേ, അവിടെ കഴിയാലോ. അത് മതി. ചന്ദ്രു, ആ മുറി ഒന്ന് വൃത്തിയാക്ക്. ബിനുവിനും മീനാക്ഷിക്കും ആ മുറി ഉപയോഗിക്കാവല്ലോ. ഇന്ന് വിനുവെങ്കിലിന്റെ ഫസ്റ്റ് നൈറ്റാ. അവിടെ അയ്യോ മോളെ, അമ്പടി കള്ളി. ഹരിതയുടെ തലയണ മന്ത്രം കേട്ട് കേട്ട് മനോജിന്റെ സമനില വരെ തെറ്റിയ മുറിയായത്. മനോജിനെ വെറൊരു കളിപ്പാവയാക്കിയതില് ഈ മുറിക്ക് നല്ലൊരു പങ്കുണ്ട്. എന്നാ ഇവിടെ കഴിയാൻ പോകുന്ന പെണ്ണ് അത്തരക്കാരിയൊന്നും അല്ല. നല്ല കുട്ടിയാ വന്ദനെ. വിനുവേട്ടന്റെ ശുദ്ധഗതിയും നിർബുദ്ധിയും കണ്ട് ദൈവം പിടിച്ചേൽപ്പിച്ച പെണ്ണ. വിനുവേട്ടനെ ഒരിക്കലും അവള് കളിപ്പാവയാക്കില്ല. കാര്യക്ഷമതയുള്ളൊരു കുടുംബനാഥനാക്കി മാറ്റിയെടുക്കും. അമ്മയ്ക്ക് നന്നായിട്ട് അറിയാവുന്ന കുട്ടിയാ മീനാക്ഷി. വിനുവേട്ടന്റെ ജീവിതം നല്ല നിലയിൽ പോയാ അച്ഛന്റെയും അമ്മയുടെയും ശേഷിച്ച ജീവിതകാലം സമാധാനപരമായിരിക്കും. അവർക്കിനി ഒരിക്കലും വേർപിരിയേണ്ടി വരില്ല, അതുറപ്പാ. അതെ, ഒളിച്ചും പതുങ്ങിയുള്ള രാത്രി സഞ്ചാരവും കൂടിക്കാഴ്ചയൊന്നും ഇനി അച്ഛനും അമ്മയ്ക്കും വേണ്ടി വരില്ല. അതെ, ഒരുക്കങ്ങൾക്കൊന്നും ഒരു കുറവും വേണ്ട. പാവം വിനുവേട്ടന് നമ്മളല്ലാതെ വേറെ ആരാ ഉള്ളത്? ഇനി രണ്ടാളെയും മുറിയിലേക്ക് കൂട്ടിക്കൊണ്ടുവരാം. ഞാൻ പോയി കൂട്ടിക്കൊണ്ടുവരാം. ഉം. താ സുചിത്രടുത്തി. വാ വിനുട്ടാ, വാ. വിനുട്ടൻ വാ. നവവധുവിനെ വരന്റെ മുറിയിലേക്ക് എത്തിക്കുന്നത് സഹോദരിമാരാ. ആ ചടങ്ങായിട്ട് മുടക്കുന്നില്ല. മീനാക്ഷി, നാണിക്കാതെ അങ്ങോട്ടേക്ക് ഇരിക്കേ. ഇരിക്ക. വിനുവേട്ടനും ഇരിക്കേ. അതെ, ഇനി നിങ്ങളായി, നിങ്ങളുടെ ലോകമായി.
ആരും നിങ്ങളെ ശല്യം ചെയ്യണമെന്ന് വരില്ല. സ്വർഗത്തിലെ കട്ടുറുമ്പാവാതെ നമുക്കങ്ങോട്ട് മാറിക്കൊടുക്കാൻ മന്ത്രി. മീനാക്ഷി, വിനുവേട്ടന്റെ ഭാഷകളൊക്കെ മനസ്സിലാക്കി വരാൻ കുറച്ച് സമയമെടുക്കും. വാ സുചിത്രടുത്തി. മാധവേട്ട, ആ ഇങ്ങോട്ട് ഇരിക്കു ചന്ദ്രു. എല്ലാ ഈശ്വര നിശ്ചയവാ. ചെവിക്ക് കേൾവിക്കുറവുള്ളവനും ഊമയുമായ വിനുവിന് ഒരു പെണ്ണിനെ എവിടുന്ന് കണ്ടെത്തും? അവന്റെ കുറവുകൾ ഉൾക്കൊണ്ട് ഭർത്താവായി സ്വീകരിക്കാൻ ഏത് പെണ്ണാ തയ്യാറാവുക? അതിനെക്കുറിച്ചൊക്കെ ഓർത്ത് തീ തിന്നുകയായിരുന്നു ഞാൻ. നല്ല തിരിച്ചറിവാ വിനുവിന്. മീനാക്ഷി തന്നെ പോലെ അനാഥയാണെന്നും നല്ലവളാണെന്നും ഒക്കെ മനസ്സിലാക്കിയ അവൻ മീനാക്ഷിയെ തന്നെ തെരഞ്ഞെടുത്തത്. മീനാക്ഷി വിനുവിനെ പൊന്നുപോലെ നോക്കിക്കോളും. എനിക്ക് നെഞ്ചുവേദനയാണെന്ന് അറിഞ്ഞതിൽ പിന്നെ ഒരു പണി അവൾ എന്നെ കൊണ്ട് ചെയ്യിച്ചിട്ടില്ല. ഡോക്ടർ തന്ന മരുന്ന് ഹരിത പിടിച്ചു വാങ്ങി നശിപ്പിച്ച കാര്യം ഞാൻ മാധവേട്ടനോട് പറഞ്ഞതല്ലേ? മീനാക്ഷി അതറിഞ്ഞു. ഡോക്ടറെ പോയി കണ്ട് അതേ മരുന്ന് വാങ്ങി എന്നെ ഏൽപ്പിച്ച് കഴിപ്പിച്ചിട്ടേ അവള് പോയുള്ളൂ. ആ മരുന്ന് കഴിച്ചിട്ടാ നെഞ്ചുവേദന ഇല്ലാതെ ഞാൻ പിടിച്ചു നിന്നത്. അവൾ എന്നെ അമ്മയെന്ന് വിളിക്കുമ്പോ വർഷമോള് വിളിക്കുന്നത് പോലെ എനിക്ക് തോന്നുന്നത്. വർഷയ്ക്ക് പകരം ദൈവം നമുക്ക് തന്ന മഹാലക്ഷ്മി അവള്. ഹരിത നിന്റെ ഫോൺ തട്ടിയെടുത്തപ്പോ മീനാക്ഷിയുടെ ഫോണല്ലേ നിനക്ക് തുണയായത്? അവള് മഹാലക്ഷ്മി തന്നെ. വിനുമോന്റെ ഭാര്യയായി, നമ്മുടെ മൂന്നാമത്തെ മരുമകളായി അവളും ഇവിടെ കഴിയും. അല്ല, മരുമകളല്ല, മകള്. അങ്ങനെ വേണം കരുതാൻ. ഗൃഹപ്രവേശവും മണിയറ ഒരുക്കലും മധുരം പങ്കുവെക്കലൊക്കെ കഴിഞ്ഞില്ലേ? ഇനി രണ്ടാൾക്കും കൂടി കൊച്ചു വർത്താനൊക്കെ പറഞ്ഞ് സമയം ചെലവഴിക്കാലോ. മാനത്തെ കൊട്ടാ